രാവിലെ അങ്ങോട്ട് നീറ്റാലേ ചില ദിവസങ്ങളിൽ സമയം പോണതേ അറിയില്ല. പക്ഷെ എന്നാൽ ഒരു പണിയായിട്ട് ഒരുങ്ങുമില്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇന്നലെ നല്ല വെയിലായതുകൊണ്ട് തന്നെ മുറ്റത്തെ ചപ്പും അതുപോലെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റും ഒക്കെ ഒന്ന് കത്തിച്ചു കിട്ടും. അതൊക്കെ ഒന്ന് കഴിഞ്ഞ് മുറ്റൊടിക്കലും കഴുകി വിടലും അതുപോലെ തന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും സമയം 6:30 6:45 കേട്ടോ. അപ്പോൾ ആ സമയത്ത് കിച്ചണിൽ കയറിയ മോൾക്ക് ചോറ് കൊണ്ടുപോകാനൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് വെറുതെ ഉള്ളി ചമ്മന്തി അരച്ചിട്ട് നമുക്ക് ദോശയും കൂടി കൊടുത്തയക്കാമെന്നിട്ട് വിചാരിച്ചത്. അപ്പോൾ ചായയൊക്കെ വെച്ച് കുടിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ട് അതിനുശേഷം ഉള്ളിച്ചമ്മന്തിക്കായിട്ട് ഒരു 3 സവാളയും അതുപോലെ തന്നെ വറ്റൽമുളകും കരിവേപ്പിൻ്റെയിലും ചെറിയ 2 വെളുത്തുള്ളിയും കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ തക്കാളി ഉള്ളിയും കൂടി ചമ്മന്തി അരച്ചാൽ വലിയ ഇഷ്ടമാണ്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ദോശയും അതുപോലെ തന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ കുഞ്ഞു കുഞ്ഞു ദോശയും കൂടി ചുട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനും നല്ല രസമായിരിക്കും, കൊണ്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒതുക്കിയിട്ട് ഇനി കുക്കിങ്ങും ഉച്ചയ്ക്കത്തുള്ള കാര്യങ്ങളൊക്കെ പോണേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ കാര്യം സിമ്പിളായിട്ട് ഒതുക്കി. ചില ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ, രാവിലെ തന്നെ കുക്കിങ്ങും ഉച്ചക്കത്തെയും രാവിലത്തെ ഒക്കെ ആവണത് പോയിട്ട് ചില ദിവസങ്ങൾ രാവിലത്തെയും ഒരുങ്ങില്ല ഉച്ചക്കത്തെയും ഒതുങ്ങില്ല, അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ഒന്നേന്ന് തുടങ്ങണം കേട്ടോ. പിന്നെയും കുക്ക് ചെയ്യുക, പിന്നെയും ക്ലീൻ ചെയ്യുക, പിന്നെയും പാത്രം കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. രാവിലെ കുക്കിങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു പണി കേട്ടോ. ഇനി ഉച്ച വരെ അന്നത്തെ ദിവസം പണി തന്നെ ആയിരിക്കും. അപ്പോൾ രാവിലെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ടെറസിൽ പോകണം കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 2 ദിവസം വെയിലടിക്കുമ്പോഴത്തേനും ചെടിയിൽ വെള്ളമില്ലാതെ തോന്നുന്നു, നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെടിയിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ടെറസിൽ പോയി ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ പണികളൊക്കെ നോക്കണുള്ളൂ. നമുക്ക് ടെറസിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തുളസി മടം ഒക്കെ വെച്ചിരിക്കുന്നത് ടെറസിലാണ്. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, മുരിങ്ങ, അതുപോലെ തന്നെ തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു 2-3 ഗ്രോ ബാഗിലായിട്ടൊക്കെ എല്ലാതും വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെമ്പരത്തി, റോസാപ്പൂവും അതുപോലെ തന്നെ പയറും കോവയ്ക്ക അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വളമൊന്നും അത്രയ്ക്ക് ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടണത് കുറവാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇനി വെയിലൊക്കെ ആവണ സമയത്ത് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാം കേട്ടോ. എൻ്റെ ടെറസിലെ ഗാർഡനൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിയിൽ വെള്ളമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ. ആകാശമൊക്കെ അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ.